മന്ത്രി സാറേ വാ ഇങ്ങോട്ട് വാ സാറേ ഇത് ഏതാ വർഷം? 2024. അതെല്ലേ? വാട്ടാ വേഗം നടക്ക്. NH കൂടി മാത്രമേ സുഖമായിട്ട് നടന്നാ പോരാ. ഇതിൽ കൂടെ ഒക്കെ ഒന്ന് നടന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണ. സാറേ 2024 കണ്ട കേന്ദ്ര സർക്കാർ ഉണ്ടാക്കണ NH കൂടി മേൽപ്പാലത്തെ കൂടിയൊക്കെ അത് നോക്ക്. ആവേശത്തോടെ നടന്നുകൊണ്ട് ക്രെഡിറ്റ് എടുക്കുന്ന ആളല്ലേ. ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഫ്ലെക്സ് മാത്രം വെക്കാൻ വേണ്ടി മാത്രം ചെലവുണ്ട്. അതൊരു കാര്യം ചെയ്യൂല. ഇത് കേരള സർക്കാർ ഉണ്ടാക്കിയ പാലമാണ്. 2016 പണി തുടങ്ങിയ പാലമാണ് കോൺവെന്റ് ബീച്ച് പാലം. ഇതുവരെയായിട്ടും ഈ സംഭവം ഒന്ന് പൂർത്തീകരിക്കാൻ പറ്റുക 2019 തുറന്നു കൊടുക്കാൻ പോയി നടക്കാനാ പറഞ്ഞിരുന്നത്. പറ്റോ? 24 നടക്കോ അല്ലത് സാറേ? ഇതാണട്ടാ റിയാസ് മന്ത്രി. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കണ പാലത്തിൽ കൂടി നടന്നിട്ട് വീഡിയോ എടുത്ത് ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന മനുഷ്യൻ. അവരുണ്ടാക്കിയ പാലമാണ് കാരണം. ഫ്ലെക്സുകൾ വെച്ച് പാലത്തിന് പണം അനുവദിച്ചെന്ന് പറഞ്ഞു ഒരു കാര്യവും നടന്നിട്ടില്ല. അപ്പൊ റിയാസ് സാറേ ഇത് ഞങ്ങൾ ജനങ്ങളുടെ അടുത്ത് എത്തിക്കുന്നുണ്ട്. ഇത് ആൾക്കാർ ഷെയർ ചെയ്യുമെന്ന് ഉറപ്പാണ്. നിങ്ങളോടും കൂടിയാണ് ഇത് ഷെയർ ചെയ്ത് എത്തിക്കണത്. പാലത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെ ഈ സജി ഉൾപ്പെടെ ഉള്ള ആളുകൾ അമ്മമാരൊക്കെ കൂടി പുഴയിൽ കിടന്ന് സമരം ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട പാലമാണ്. അതിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. സാറിതൊന്നും മനസ്സിലാക്കി. നമസ്കാരം. കേന്ദ്ര സർക്കാർ പണിയുന്ന NH കൂടി കടന്ന് വീഡിയോ എടുത്ത് ക്രെഡിറ്റ് എടുക്കുന്ന നമ്മുടെ മന്ത്രിയുണ്ടല്ലോ മുഹമ്മദ് റിയാസ്. ഈ വീഡിയോ തീർച്ചയായും ഒന്ന് കാണണം. 2016 പണി തുടങ്ങിയ കോൺവെന്റ് ബീച്ച് പാലത്തിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. 2016 പണി തുടങ്ങിയ പാലം ഇതുവരെ പൂർത്തീകരിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടില്ല. അതേസമയം ബീച്ച് കോൺവെന്റ് പാലത്തിനായുള്ള പ്രദേശവാസികളുടെ ആവശ്യത്തിന് 30-ലേറെ വർഷത്തെ പഴക്കമാണുള്ളത്. മന്ത്രിമാരും അധികാരികളും പലതവണ ഉറപ്പ് നൽകിയെങ്കിലും പാലിക്കപ്പെടാതെ വന്നതോടെ വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ സമരത്തിനിറങ്ങേണ്ട അവസ്ഥ പോലും അന്നുണ്ടായിരുന്നു. പിന്നീട് ഇടത് സർക്കാർ അധികാരത്തിലേറിയപ്പോൾ വളരെ പ്രചാരത്തോടെയായിരുന്നു പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ 7 വർഷം കഴിഞ്ഞിട്ടും പണി എങ്ങുമെത്താത്ത അവസ്ഥയിലാണ്. 2019 പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ പാലമാണ് ഇപ്പോൾ എങ്ങുമെത്താത്ത അവസ്ഥയിൽ ആയിരിക്കുന്നത്. എന്നിട്ടാണ് കേന്ദ്ര സർക്കാർ പണിയുന്ന റോഡിന്റെയും മറ്റും ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നമ്മുടെ മുഹമ്മദ് റിയാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ മുഹമ്മദ് റിയാസെ കുറെ ഫ്ലെക്സ് മാത്രം വെച്ചാൽ പോരാ, പണിയും ഒന്ന് നടത്തി കാണിക്കണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.